നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരെ സർക്കാർ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും വാക്കുകൾ വിശ്വസിക്കാനാകാത്തതാണ് പ്രധാന കാരണം. കണ്ണൂർ VC-ആയി ഡോക്ടർ ഗോപിനാഥിനെ പുനർനിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു. അതനുസരിച്ചാണ് സ്വന്തം അധികാരം വിനിയോഗിക്കാതെ ഇക്കാര്യത്തിൽ പിടിവാശിക്ക് ഗവർണർ മുതിരാതിരുന്നത്. എന്നാൽ സുപ്രീം കോടതി ഗോപിനാഥിന്റെ നിയമനം റദ്ദാക്കിയതോടെ മുഖ്യമന്ത്രിയും സിപിഎമ്മും മലക്കം പറഞ്ഞു. ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രിയും സിപിഎമ്മും സംസ്ഥാന സെക്രട്ടറിയും ആഞ്ഞടിച്ചു. അതോടെയാണ് പുതിയ VC-യെ ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ചതും കേരള സർവകലാശാല സെനറ്റിലേക്ക് BJP APVP അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതും. തുടർന്നാണ് ഗവർണർക്കെതിരെ തെരുവിൽ പടപ്പുറപ്പാട് തുടങ്ങിയത്. ഗവർണറെ കരിങ്കോടി കാണിക്കാൻ SFI-കാർ വാശിയോടെ കളത്തിലിറങ്ങി. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. ഗവർണർ റോഡിലിറങ്ങിയതോടെ പ്രവർത്തകർ സ്ഥലം വിട്ടു. CPM സർക്കാർ മുൻപും പലതവണ ഗവർണറുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രശ്നം തെരുവിലേക്ക് വലിച്ചു നീട്ടുന്നത് ആദ്യമായാണ്. പിണറായിയുടെ പോലീസിനെ ഉപയോഗിച്ച് ഗവർണർ SFI-യെ നേരിട്ടു എന്നതാണ് ഇതിലെ കൗതുകരമായ കാര്യം. മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിലെന്നും സംസ്ഥാനത്തെ ഭരണഘടനാ തകർച്ചയാണെന്നും ഗവർണർ ആരോപിച്ചു. നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഗവർണറുമായുള്ള തമ്മിലടി അവസാനിപ്പിച്ചില്ലെങ്കിൽ നാണക്കേടാകുമെന്ന് CPM-നും സർക്കാരിനും മനസ്സിലായതോടെയാണ് ഒത്തുതീർപ്പിന് വഴങ്ങിയത്. ഗവർണറുടെ നിലപാട് എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഗവർണറെ പേടിച്ച് പിണറായി പോലീസ് അദ്ദേഹത്തിന് ശക്തമായ സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഗവർണറെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന 10-ാം നമ്പർ ഗേറ്റ് വഴിയാണ് വെളിയിലെത്തിച്ചത്. ഒരു ADGP-യും സിറ്റി പോലീസ് കമ്മീഷണറും നേരിട്ടെത്തി സുരക്ഷാ നടപടികൾക്ക് നേതൃത്വം നൽകി. SFI-കാരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇന്റർനാഷണൽ ടെർമിനലിലും ആഭ്യന്തര ടെർമിനലിലും ഗവർണർക്ക് വേണ്ടി പ്രത്യേക വാഹനം ഒരുക്കിയിരുന്നു. മാത്രമല്ല, പതിവായി ഉപയോഗിക്കുന്ന കറുത്ത കാറിന് പകരം വെളുത്ത കാറിലാണ് രാജ്ഭവനിലേക്ക് കൊണ്ടുപോയത്. സ്വന്തം പാർട്ടിക്കാരുടെ പ്രതിഷേധത്തിൽ നിന്ന് ഗവർണറെ രക്ഷിക്കേണ്ട ഗതികേട് മറ്റൊരു മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ രസകരം. ജനുവരി ആദ്യം നിയമസഭ ചേരേണ്ടി വരും. പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗവും ഉണ്ടാകും. ഭരണഘടനാപരമായ ബാധ്യതയായതിനാൽ ഗവർണർക്ക് നിയമസഭയിൽ എത്താതിരിക്കാനാകില്ല. എല്ലാ കൊല്ലവും ആദ്യം നിയമസഭ ചേരുമ്പോഴും ഒരു സർക്കാരിന്റെ ആദ്യ സഭ ചേരുമ്പോഴും ഗവർണർ സഭയിലെത്തി നയപ്രഖ്യാപനം നടത്തണം. വായ്പാ പരിധി ഉയർത്താതെ കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം നടത്തുന്ന വിമർശനങ്ങൾ അദ്ദേഹം വായിക്കുമോ എന്ന് കണ്ടറിയണം. ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടാകും. പ്രസംഗം ആദ്യം രാജ്ഭവനിലെത്തിക്കണം. തിരുത്തുകൾക്ക് നിർദ്ദേശിക്കുകയോ അംഗീകരിക്കാതെ പിടിച്ചുവെക്കുകയോ ചെയ്താൽ സർക്കാർ പെട്ടത് തന്നെ. മുൻപ് പ്രസംഗം പിടിച്ചുവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ സർക്കാരുമായി വിലപേശാൻ ഗവർണർക്കാകും. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ പേരിന് മാത്രമാക്കാൻ ഗവർണർക്ക് കഴിഞ്ഞേക്കും. നിലവിലെ സാഹചര്യത്തിൽ BJP-ക്ക് അത് വലിയ രാഷ്ട്രീയ നേട്ടമാകും. കേന്ദ്രത്തിന്റെ പ്രതിനിധി ആയതിനാൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായ വിമർശനങ്ങൾ ഗവർണർക്ക് വായിക്കാതെ വിടാം. അതും വിജയമാകും. 2020-ലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിമർശനമുണ്ടായിരുന്നു. അത് വായിക്കാൻ ഒക്കില്ലെന്ന കർശന നിലപാടിലായിരുന്നു ഗവർണർ. മുഖ്യമന്ത്രി നിർബന്ധം പിടിച്ചതോടെ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം വായിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഖണ്ഡിക വായിച്ചത്. തന്റെ നിലപാട് ഇതല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതേ നിലപാട് വരുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലും സ്വീകരിച്ചേക്കാം. രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ വ്യക്തിയായതിനാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ എപ്പോൾ എങ്ങനെ ഇടപെടണമെന്ന് വ്യക്തമായി അറിയാം. 2022-ൽ പ്രതിപക്ഷവുമായി ഗവർണർ ഉടക്കി. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ ഗവർണറെ ഗോ ബാക്ക് എന്ന പ്ലക്കാർഡ് ഉയർത്തി പ്രതിപക്ഷം നേരിട്ടു. ഗവർണറും സർക്കാരും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച പ്രതിപക്ഷം അദ്ദേഹത്തിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളിച്ചു. അദ്ദേഹം പ്രതിപക്ഷത്തോട് പൊട്ടിത്തെറിച്ചു. എന്നാൽ ഭരണകക്ഷിയിൽ ആരും ഗവർണറെ പിന്തുണയ്ക്കാൻ എത്തിയില്ല. നിലവിൽ ഗവർണർക്കെതിരെ SFI നടത്തുന്ന പ്രതിഷേധങ്ങളോട് പ്രതിപക്ഷത്തിന് കടുത്ത എതിർപ്പാണുള്ളത്. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗ ദിവസം പ്രതിപക്ഷത്തിന്റെ നിലപാട് നിർണായകമാണ്. അവരും ഗവർണറും കൈകോർത്താലും അത്ഭുതപ്പെടാനില്ല. കാരണം യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് അതിക്രൂരമായാണ് പിണറായി പോലീസ് മർദ്ദിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ താരം. അദ്ദേഹം സർക്കാരിന്റെ തലവേദനയായി മാറിയിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും സാഷ്ടാംഗം പ്രണമിക്കുകയല്ലാതെ മറ്റു വഴിയില്ല.